ആഖിറത്തിന് വേണ്ടി ജീവിച്ചവരാ. വല്ലാഖിറതു ഖൈറു വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും ഉത്തമമായ ലോകം, എന്നെന്നും അവശേഷിക്കുന്ന ലോകം. അത് ആഖിറമാണ്, പരലോകമാണ്. ദുനിയാവ് എന്നെന്നും നിലനിൽക്കില്ലല്ലോ. ദുനിയാവിന്റെ സമ്പത്ത് അവിടെ ഉപകരിക്കില്ലല്ലോ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, ഒരു മുതലും അവിടെ ഉപകരിക്കൂലല്ലോ. അവിടെ യഥാ സന്താനങ്ങൾ ഉപകരിക്കൂലല്ലോ. പിന്നെ ആരാണ് വിജയിക്കുന്നവരെന്നറിയുമോ? ഇല്ല മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയമുണ്ടോ? ഈമാനുള്ള ഹൃദയമുണ്ടോ? ആരോടും പകയില്ലാത്ത മനസ്സുണ്ടോ? ആരോടും വിദ്വേഷമില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ? കിബിറില്ലാത്ത ഹൃദയമാണോ? ആരോടും അസൂയയില്ലാത്ത നല്ല നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയാണോ? അവൻ വിജയിച്ചു പോയി. വലിയ നോമ്പുകാരനായിട്ട് മാത്രം കാര്യമില്ല, വലിയ നിസ്കാരക്കാരനായിട്ട് മാത്രം കാര്യമില്ല, വലിയ സ്വതക്ക നൽകിയിട്ടും കാര്യമില്ല. ഹൃദയം ശുദ്ധിയില്ലേ, അവന് വിജയമില്ല. അപ്പൊ ദുനിയാവിലുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്. ദുനിയാവിലുള്ള ജീവിതം എന്നെന്നും നിലനിൽക്കാത്ത ജീവിതമാണല്ലോ. അത് മനസ്സിലാക്കിയിട്ടല്ലേ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോവുകയാ. അഴിച്ച് വസ്ത്രം ബദനിൽ നിന്ന് പിതാവിൻ മുഖത്തെറിഞ്ഞു. അഹദവനെ വിളിച്ച് ഖൽബ് കഥനത്താലെ കരഞ്ഞു. ആരാണ് അയച്ച്? ആരാണ് വസ്ത്രം അയച്ചത്? ആരാ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. പലപ്പോഴും ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, മുസ്അബിനെ കുറിച്ച് സഹാബത്തിനോട് പറയുമായിരുന്നു, മുസ്അബ് എന്നെ വിശ്വസിച്ച് വന്നതല്ലേ. എത്ര വലിയ ആഡംബര ജീവിതം നയിച്ചവരാ. ഇന്നാലെ രാജകീയ വസ്ത്രം ധരിച്ചിരുന്ന മുസ്അബ് ഇന്ന് വസ്ത്രമില്ല. ഇന്നാലെ വലിയ വീട്ടിൽ കഴിഞ്ഞ് വസിച്ചിരുന്ന മുസ്അബ് ഇന്ന് വീടില്ല. രാജകീയ ഭക്ഷണം, മുന്തിയ ഭക്ഷണം കഴിച്ചിരുന്ന മുസ്അബ് ഇന്ന് പട്ടിണിയാണ്. അവിടെ തങ്ങൾ പറയുമായിരുന്നു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത്? തങ്ങളെ കയ്യിലൊന്നുമില്ലല്ലോ, എന്തു കൊടുക്കാനാ? അവിടെ പ്രഖ്യാപിക്കുന്നത്, ഞാൻ മുസ്അബിന് നാളെ സ്വർഗം കൊടുക്കാം, ഞാൻ സ്വർഗം കൊടുക്കാമെന്ന് ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാ. എത്ര വലിയ ഭാഗ്യമാ! എത്ര വലിയ ഭാഗ്യം ചെയ്തവരാ! നമുക്ക് അങ്ങനെയുള്ള ഗ്യാരണ്ടി ലഭിച്ചിട്ടുണ്ടോ? അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരെ പോലത്തെ സ്വഹാബികൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ! എത്ര വലിയ സ്ഥാനത്തുള്ളവരാ! അവർ തങ്ങളെ പരിഗണിച്ചവരല്ലേ. തങ്ങൾ ദുനിയാവിൽ തന്നെ സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകിയവരാ. അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്നതാ 10 സ്വഹാബികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ സ്വർഗത്തിലാ, അവർ സ്വർഗാവകാശികളാ. അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികള്. ثم رضا عن أبي
بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صلي دائما أبدا على حبيبك خير الخلق كلهم. അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടോ അവർക്കൊരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. അവർ ദുനിയാവിൽ ജീവിച്ചത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാ, കരഞ്ഞുകൊണ്ടാ. നമ്മൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ വിജയിച്ചവരാണോ? നമുക്ക് ഗ്യാരണ്ടി ലഭിച്ചിട്ടില്ല, സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് എന്തൊരു അഹങ്കാരമാ, നമുക്ക് എന്തൊരു വിദ്വേഷമാ. അതാ മറ്റുള്ളവരോട് അസൂയയാ.